ലോകത്തിലെ ആദ്യത്തെ ഔദ്യോഗിക ബുദ്ധമത രാജ്യം പിറക്കുകയാണ് എന്ന് തോന്നുന്നു. അരാക്കൻ ബുദ്ധമത സേന ബംഗ്ലാദേശിൻ്റെ ഒരു ജില്ല പിടിച്ചു. കോക്നാർ അല്ലേ? ഈ സ്ഥലത്തിന്റെ പേര് തെക്നാഫ് അല്ല, ആ ജില്ലയുടെ ഒരു ജില്ല കോക്സ് ബസാർ എന്ന് പറയുന്ന ജില്ല പിടിച്ചു എന്ന് വേണമെങ്കിൽ പറയാം. ബംഗ്ലാദേശിന് കോക്സ് ബസാർ നഷ്ടപ്പെട്ടു പോകും. ഒരു ജില്ല നഷ്ടപ്പെടുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ നീങ്ങുന്നു എന്നാണ് ഇപ്പോൾ കിട്ടുന്ന മാധ്യമ റിപ്പോർട്ടുകൾ. അതെ, കോക്സ് ബസാറിലെ തെക്നാഫ് അതായത് ചിറ്റഗോങ് ജില്ലയുടെ ഉപജില്ലയാണ് ഈ തെക്നാഫ് എന്ന് പറയുന്നത്. ചിറ്റഗോങ്ങിനെ കുറിച്ച് പറയുമ്പോൾ ഓർമ്മിക്കണം, ഏറ്റവും കൂടുതൽ ഹിന്ദുക്കളുള്ള ബംഗ്ലാദേശിലെ ഒരു പ്രദേശമാണ് ചിറ്റഗോങ്. തുറമുഖം നഗരമാണ്. അവിടെ ഒരു കുപ്പിക്കരുത്ത് പോലുള്ള ഏരിയയാണ് ചിക്കൻ നെക്ക് എന്ന് പറയുന്നത്. അതെ. അപ്പോൾ ഈ ബംഗ്ലാദേശിലെ തെക്നാഫ് പിടിച്ചു എന്ന് പറയുന്നത് സാധാരണഗതിയിൽ ഈ അരക്കൻ ആർമി അവിടെയുള്ള മുന്നേറ്റങ്ങളെ പറ്റിയൊന്നും റിപ്പോർട്ടുകളൊന്നും ആഗോള മാധ്യമങ്ങളിൽ കാണില്ല. കുറച്ച് കാണുന്നത് BBC-യിലായിരുന്നു. ഇതിപ്പോൾ നോർത്ത് ഈസ്റ്റ് ലൈവിലാണ് വന്നിരിക്കുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഒരു ദ്വീപ് പിടിച്ചു എന്ന് പറഞ്ഞിട്ട് റൂമറുകൾ ഉണ്ടായിരുന്നു. അത് ശരിയല്ല എന്നാണ് പറയുന്നത്. അതെ, സെന്റ് മാർട്ടിൻ ഐലൻഡ് പിടിച്ചു. അപ്പോൾ എന്താ പറ്റുന്ന വെച്ചാൽ ഇത് ബംഗ്ലാദേശിൻ്റെ തെക്കേ അറ്റമാണ് ഈ തെക്നാഫ് എന്ന് പറയുന്ന മേഖല. തെക്നാഫ് കഴിഞ്ഞാൽ പിന്നെയുള്ള ദ്വീപ് ഈ സെന്റ് മാർട്ടിൻ ദ്വീപാണ്. അതുകൊണ്ട് ഭാവിയിൽ അങ്ങോട്ട് ചെന്നേക്കാം. അല്ല, ഇപ്പോൾ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ തെക്നാഫ് പിടിച്ചു കഴിഞ്ഞപ്പോൾ യൂണിസ് സർക്കാർ ചെയ്തിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബോട്ടുകൾ പോവല്ലോ, അത് ഗതാഗതം നിർത്തിവെച്ചു. നദിയോ നദി എന്ന് പറഞ്ഞാൽ ഒരു വലിയ നദിയാണ്. നമ്മുടെ നാട്ടിൻപുറത്തെ ചെറിയ നദിയല്ല. നാഫ് നദിയുടെ പേരിൽ നിന്നാണ് ഈ തെക്നാഫ് എന്ന് പറഞ്ഞ സ്ഥലത്തിനും പേര് വന്നിരിക്കുന്നത്. ഇതിനോട് അടുത്ത പ്രദേശങ്ങളിലാണ് ഈ റോഹിംഗ്യയുടെ അഭയാർത്ഥി കേന്ദ്രങ്ങൾ നമ്മൾ മുമ്പ് പറഞ്ഞിട്ടുണ്ട് ഉള്ളത്. ഈ ഭാഗത്ത് തന്നെയാണ് ഉള്ളത്. ഈ അരക്കൻ ആർമി ഈ റക്കീൻ പ്രവിശ്യ മൊത്തം പിടിച്ചു കഴിഞ്ഞു. ബംഗ്ലാദേശിനോട് ചേർന്ന് കിടക്കുന്ന പ്രദേശമാണ് ഈ റക്കീൻ. അതായത് ബംഗ്ലാദേശിൻ്റെ 3 ഭാഗത്ത് ഇന്ത്യയുടെ, അതായത് നോർത്ത് ഈസ്റ്റ് നമ്മുടെ സംസ്ഥാനങ്ങളാണ് അതിർത്തിയിലുള്ളത്. ഒരു ഭാഗത്താണ് മ്യാൻമാർ ഉള്ളത്. ആ ഭാഗമാണ് റക്കീൻ എന്ന് പറയുന്ന പ്രവിശ്യ. ഓൾമോസ്റ്റ് ഇപ്പം മൊത്തം അവരുടെ കയ്യിലാണ്. അവിടുത്തെ പട്ടാള ക്യാമ്പുകളൊക്കെ ഇടിച്ചു നിരപ്പാക്കി കഴിഞ്ഞു അവർ. അപ്പോൾ അത് മാത്രമല്ല സാർ, ഞാനിപ്പോൾ ഇന്ന് ഈ അരക്കൻ ആർമിയുടെ ഒരു മൂവ്മെൻറ്റ് സെർച്ച് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഗൂഗിളിൽ പോയിരുന്നു. അങ്ങനെ പുതിയ വാർത്തകൾ India.com ഒക്കെ നോക്കി ചെല്ലുമ്പോൾ ഞാൻ കാണുന്നത് ഇതിനു മുമ്പ് അരക്കൻ ആർമി 1 മാസത്തിനുള്ളിൽ അരക്കൻ ആർമിയുടെ രൂപഭാവത്തിൽ വലിയ മാറ്റം. മുമ്പൊക്കെ അവർ യൂണിഫോം ഒന്നും ഇല്ലായിരുന്നു, ചെരുപ്പൊക്കെ ഇട്ട് ഒരു പാൻറ് മാത്രം ഇട്ട് മെഷീൻ ഗണ്ണ് പോയിട്ട് പോകുന്ന അരക്കൻ ആർമിക്ക് കഴിഞ്ഞ 1 മാസത്തിൽ നല്ല യൂണിഫോം, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകൾ, ഇന്ന് ഞാൻ കണ്ട ആർമഡ് വെഹിക്കിൾസ്, കവചിത വാഹനം, ഇതൊക്കെ എവിടെ നിന്ന് കിട്ടി? അങ്ങനെ വന്നു കഴിഞ്ഞപ്പോൾ 3 സേനകളുടെ ഒരു മുന്നണിയായിട്ടാണ് നിന്നുകൊണ്ടിരുന്നത്. ഇപ്പം മറ്റേ 2 സേനയില്ല. അതെ, ഇപ്പൊ അരക്കൻ ആർമി മാത്രമേ ഉള്ളൂ. അരക്കൻ ആർമി വല്ലാതെ എക്യുപ്ഡ് ആയിരിക്കുന്നു. അവർക്ക് കവചിത വാഹനങ്ങളുണ്ട്, ബുള്ളറ്റ് പ്രൂഫ് ജാക്കറ്റുകളുണ്ട്. അവർക്ക് അതിനുള്ള ശേഷിയൊന്നും ഇല്ല. പക്ഷെ അവസാനം ആരോ കൊടുത്തിട്ടുണ്ട് അല്ലേ? അതുണ്ട്, ഒരു അയൽ രാജ്യം കൊടുത്തതായിട്ടൊക്കെ അവസാന റിപ്പോർട്ടുകളിൽ കാണുന്നുണ്ട്. ഞാൻ ഈ കവയുടെ ബുള്ളറ്റ് പ്രൂഫ് ഈ കവചിത വാഹനങ്ങൾ കണ്ടപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി. നമ്മുടെ സൈന്യമൊക്കെ ഉപയോഗിക്കുന്ന പോലെയുള്ള ആർമഡ് വെഹിക്കിൾസ് ആണ് കാണുന്നത്. അത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഒരു പോർട്ട് റക്കീൻ പ്രവിശ്യയിലാണ് ആ പോർട്ട്. നമ്മൾ ഒരുപാട് പൈസ ഇറക്കിയിട്ടുള്ള ഒരു സ്ഥലമാണത്. അപ്പോൾ അരക്കൻ ആർമി നേരത്തെ ഇതിപ്പോൾ യൂണിസിന് വലിയ പുലിവാലാണ്. ഒന്നാമത് അവിടെ ഒരു ഭരണകൂടമൊന്നുമില്ലല്ലോ, ഒരു സെൻട്രലൈസ്ഡ് ആയിട്ടുള്ള സംവിധാനം ഒന്നുമില്ല. ഇയാൾ പറഞ്ഞാലോട്ട് ആരും കേൾക്കാനും പോകുന്നില്ല, പട്ടാളവും കേൾക്കാൻ പോകുന്നില്ല. അതിന് പോലും ആ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറോ മറ്റോ പറഞ്ഞാൽ കേൾക്കാം എന്നേ പട്ടാളം പറയുള്ളൂ. താൻ പോയി വേറെ പണി നോക്കുന്നില്ലേ ഇയാളോട് പറയുള്ളൂ. അപ്പോൾ അവസാനത്തെ മ്യാൻമാർ ആർമി ഔട്ട് പോസ്റ്റ് പിടിച്ചു കഴിഞ്ഞു എന്ന് നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു. മാങ്ദോ ടൗൺ അത് നമ്മൾ പറഞ്ഞിരുന്നു. ഈ മാങ്ദോ ടൗണിൻ്റെ നേരെ എതിർവശത്താണ് ഈ തെക്നാഫ്. അവിടെ നിന്ന് നോക്കിയാൽ കാണാവുന്ന വിധത്തിലാണ്. ഇപ്പോൾ ബംഗ്ലാദേശിൻ്റെ ഉള്ളിലേക്ക്
കയറിയിരിക്കുന്നു. നേരത്തെ നമ്മൾ പറയുമ്പോൾ 271 കിലോമീറ്റർ അതിർത്തി അവർ കൈയടക്കിയിരിക്കുന്നു. ഇപ്പോൾ അതിർത്തിയുടെ ഉള്ളിലേക്ക് കയറിയിരിക്കുന്നു. കയറി തെക്കനാഫ് എന്ന് പറഞ്ഞ സ്ഥലം പിടിച്ചിരിക്കുന്നു. അപ്പോൾ അതുകൊണ്ട് തെക്കനാഫ് പിടിച്ചതുകൊണ്ട് ഈ തെക്കനാഫിനും സെയിൻറ്റ് മാർട്ടിൻ ദ്വീപിനും ഇടയ്ക്കുള്ള ബോട്ട് സർവീസ് അത് സസ്പെൻഡ് ചെയ്തു. നാഫ് നദിയിലൂടെ ഗതാഗതം നിർത്തിവെച്ചു. ഗതാഗതമൊക്കെ നിർത്തിവെച്ചു. അല്ല, നേരത്തെ തന്നെ നാഫ് നദിയിലൂടെ പോകുന്ന ബംഗ്ലാദേശിന്റെ ഭാഗത്തുള്ള ആളുകൾക്ക് നേരെ വെടിവെപ്പൊക്കെ ഉണ്ടാവുകയും വെടിവെച്ച് കൊല്ലുകയൊക്കെ ചെയ്തിരുന്നു. അപ്പോൾ ഈ പറഞ്ഞ പോലെ നാഫ് നദിയിലുള്ള ഇത് തീർന്നു. നാഫ് നദി എന്ന് പറയുമ്പോൾ ബംഗ്ലാദേശിൻ്റെ തെക്ക് പടിഞ്ഞാറ് അതിർത്തിയിലാണ് നാഫ് നദി. അതിനെ വടക്ക് പടിഞ്ഞാറൻ മ്യാൻമാറുമായിട്ട് വിഭജിക്കുന്നത് ഈ നദിയാണ്. അപ്പോൾ ഇതാണ് വന്നിരിക്കുന്നത്. ഇനി ഈ തെക്കനാഫ്, ഈ പിടിച്ച സ്ഥലത്തിനെ പറ്റി, തെക്കനാഫിനെ പറ്റി പ്രേക്ഷകരോട് പറയണമല്ലോ. അപ്പോൾ ചിറ്റഗോങ്, കോക്സ് ബസാർ എന്ന് പറയുന്നത് ഈ ആയുധക്കടത്തിൻ്റെ ഒക്കെ ഒരു പ്രധാനപ്പെട്ട ആഗോള പ്രദേശമായിട്ടാണ് വെച്ചിരിക്കുന്നത്. ഗ്രേ മാർക്കറ്റാണ്. മാർക്കറ്റാണത്. അപ്പോൾ കോക്സ് ബസാർ ജില്ലയിലെ ഉപജില്ല ചിറ്റഗോങ് തുറമുഖത്തിൻ്റെ ഭാഗം ആണ്. ഏറ്റവും തെക്ക് ഭാഗമാണ്. അത് കഴിഞ്ഞാൽ പിന്നെ സെൻറ്റ് മാർട്ടിൻ ദ്വീപാണ്. ഈ കിഴക്കൻ അതിർത്തിയാണ് ഈ പുഴ, നാഫ് എന്ന് പറയുന്ന പുഴ. ഈ മോഗ്ദോ ടൗണിന് നേരെ എതിർവശമാണ് തെക്കനാഫ് വന്നിരിക്കുന്നത്. 24,000 പേര് വസിക്കുന്ന ഒരു പ്രദേശമാണ് തെക്കനാഫ്. അപ്പോൾ 24,000 പേരെ കൂടി പിടിച്ചിരിക്കുകയാണ് എന്ന് പറയാം. അത്രയും പേരുള്ള സ്ഥലമാണ്. അപ്പോൾ ചെറിയ സ്ഥലമൊന്നുമില്ല. 80 കിലോമീറ്റർ വരുന്ന പെനിൻസുല എന്ന് പറയുമ്പോൾ 3 വശത്ത് ഉള്ളതാണല്ലോ പെനിൻസുല എന്ന് പറയുന്നത്, ആണ് തെക്കനാഫ്. അപ്പോൾ 80 കിലോമീറ്റർ വ്യാപിച്ചു കിടക്കുന്ന സ്ഥലമാണ്. ധാരാളം കണ്ടൽക്കാടുകൾ അവിടെ ഉണ്ട്. 161 തരം മത്സ്യങ്ങൾ ഈ പ്രദേശങ്ങളിലും ഈ പുഴയിലും ഒക്കെ ആയിട്ടുണ്ട്. പിന്നെ ജൈവ വൈവിധ്യമുള്ള പ്രദേശമാണ്. റിസർവ് വനം ഉണ്ട്. ധാരാളം മരങ്ങളും അങ്ങനത്തെ കാര്യങ്ങളും ഒക്കെ ഉള്ള ഒരു പ്രദേശമാണ് ഈ തെക്കനാഫ്. അതൊരു താവളമായിട്ട് അരക്കൻ ആർമിക്ക് ഉപയോഗിക്കാൻ പറ്റിയ സ്ഥലമാണ്. പക്ഷെ ഇതൊക്കെ കേൾക്കുമ്പോൾ നമ്മുടെ പ്രേക്ഷകരൊക്കെ ഇടയ്ക്ക് വിളിക്കുകയും ചിലരെയൊക്കെ നമ്മൾ വഴിയിൽ വെച്ചൊക്കെ കാണുകയും ചെയ്യും, യാത്ര ചെയ്യുമ്പോഴൊക്കെ കാണും. അപ്പോൾ ചിലർ പലരും അടുത്ത് വന്ന് ചോദിക്കുന്നത്, ആ ബംഗ്ലാദേശിലെ കാര്യം എന്താണ്, വല്ലതും നടക്കുമോ, എന്തൊരു കഷ്ടമാണ്. അവരുടെ ആശങ്ക നമുക്ക് മനസ്സിലാവുന്നുണ്ട്. അപ്പോൾ ഈ പറഞ്ഞ പോലെ അപ്പോൾ നമ്മുടെ രക്തമാണ്, നമ്മുടെ ആളുകളാണ് എന്നൊരു ഫീൽ ഉള്ളതുകൊണ്ടാണ് ബംഗ്ലാദേശിലെ കാര്യങ്ങൾ ഓർത്ത് നമ്മുടെ ഇവിടെയുള്ള ആളുകൾ ആകുലപ്പെടുകയും ഒക്കെ ചെയ്തത്. അപ്പോൾ അവരോട് നമ്മൾ പറയും, ജനുവരി 20 കഴിഞ്ഞോട്ടെ. ഇപ്പോൾ നമ്മുടെ ഈ ആശങ്കകളും ഒക്കെ നമ്മെ ഭരിക്കുന്ന ആളുകൾക്കും അറിയാം. അതുമാത്രമല്ല, ഈ നമുക്കുള്ളതുപോലെയുള്ള വൈകാരികമായ ഒരു സമീപനം അത്ര പെട്ടെന്ന് അവർക്ക് ഭരണാധികാരികൾക്ക് എടുക്കാൻ പറ്റില്ല. ഒരുപാട് കാര്യങ്ങൾ കൂട്ടിയും കുറച്ചും ഹരിച്ചും ഗുണിച്ചും ഒക്കെ ചെയ്യാനുണ്ട്. അപ്പോൾ ജനുവരി 20 ശേഷം നല്ല വാർത്തകൾ ബംഗ്ലാദേശിൽ നിന്ന് കേൾക്കുമെന്നാണ് ഞാൻ ഇവരോടൊക്കെ പറയുന്നത്. അതിനുള്ള സാധ്യതയുണ്ട്, ഒരു സംശയമില്ല. ജനുവരി 20 ശേഷം യൂനുസ് പിന്നെ അധികം ദിവസം എന്ന് പറഞ്ഞാൽ യൂനുസിൻ്റെ നാളുകൾ എണ്ണപ്പെട്ടു. 2026 വരെ ഇരിക്കണമെന്ന് ആശാൻ ആഗ്രഹം ഉണ്ടെങ്കിലും അതൊക്കെ ഉണ്ടല്ലോ. അത് പ്രായമാകുമ്പോൾ പലയിടത്തും തൂങ്ങിക്കിടക്കണം എന്നൊക്കെ തോന്നും. ഞാൻ കരുതുന്നത് എൻ്റെ ഒരു വൈൽഡ് ഗസ്സാണ്. ഞാൻ ഈ ഇടയ്ക്ക് അർഹതയില്ലാത്ത സ്ഥാനത്ത് കയറി പറ്റി ഒരു അനാർക്കിസത്തിൻ്റെ മുന്നിൽ ഒരു സ്പെക്ടേറ്ററായിട്ട് വെറും കാഴ്ചക്കാരനായി നിൽക്കേണ്ടി വന്ന ഒരു ഭരണാധികാരിയാണ് മുഹമ്മദ് യൂനുസ്. ഞാൻ കരുതുന്നു അയാൾ കൊല്ലപ്പെടുമെന്നാണ് ഞാൻ കരുതുന്നത്. സാധ്യതയുണ്ടോ? ആത്മഹത്യക്കുള്ള സാധ്യതയും തള്ളിക്കളയാൻ പറ്റില്ല. കാരണം എന്താണെന്ന് വെച്ചാൽ വളരെ വഷളാണ്. ഇപ്പോൾ ജമാഅത്തെ ഇസ്ലാമിയായിട്ട് ബന്ധമില്ല, BNP എതിരാണ്, BNP ഒക്കെ അമേരിക്കയെതിരെ. അമേരിക്കയിൽ ഭരണം മാറി. പിന്നെ ഇയാൾക്കെതിരെ ധാരാളം കേസുകളുണ്ട്. അവിടെ ഗ്രാമീൺ ബാങ്കിൽ നടന്നിട്ടുള്ള അഴിമതിയുമായി ബന്ധപ്പെട്ട് കേസുകൾ കിടക്കുന്ന കൊണ്ട് ഫ്രാൻസിലേക്ക് പലായനം ചെയ്ത ആളാണ് യൂനുസ്. അവിടെ നിന്ന് ഈ പിള്ളേര് വിളിച്ചു വരുത്തിയതാണല്ലോ ജമാഅത്തെ ഇസ്ലാമിയ. ഡീപ് സ്റ്റേറ്റ് ഉണ്ടായിരുന്നു, സോറോസ് ടീമിന്റെ ഡീപ് സ്റ്റേറ്റിന്റെ ഒരാള്.
അത് ഡീപ് സ്റ്റേറ്റ് തന്നെ പറഞ്ഞിട്ട് കൊണ്ടുവരികയാണ്. ഡീപ് സ്റ്റേറ്റിനെ തകർക്കും, അതിനുള്ള ഞാൻ ഒപ്പുവെക്കുന്ന 5 കാര്യങ്ങളിലൊന്ന് ഡീപ് സ്റ്റേറ്റിനെ തകർക്കാനുള്ളതാണെന്ന് ട്രംപ് പറഞ്ഞിട്ടുണ്ട്. ജനുവരി 20 ഒപ്പിടുന്ന ആദ്യത്തെ 5 സിഗ്നേച്ചർ അതിനുള്ളതായിരിക്കും, അതിനുള്ള നടപടിയായിരിക്കും. അപ്പോൾ സ്വാഭാവികമായും ഡീപ് സ്റ്റേറ്റ് അധികാരത്തിൽ കൊണ്ടുവന്ന ഒരു ഭരണകൂടം ഒരു പാവ ഭരണകൂടമാണ്. അതിൻ്റെ കാലം കഴിയും. കാരണം അവസാനം സ്വീകരിക്കാൻ ആരും ഇല്ലാതെ വരും യൂനിസിന്. അതെ. പിന്നെ ഈ ജമാഅത്തെ ഇസ്ലാമിക്ക് ഭരിക്കാനൊന്നും കഴിയില്ല. അതും ലോകത്തൊരിടത്തും ഒരു ഭരിക്കാൻ പറ്റില്ല. പിന്നെ ഭരിക്കാൻ പറ്റുന്ന കക്ഷി ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടിയാണ്, BNP. ഖാലിദാസിയ. അതെ. അത് കഴിഞ്ഞിട്ട് അത് അവരുടെ മകൻ മറ്റേ ലണ്ടനിൽ നിന്ന് വന്നിട്ടായിരിക്കും പിന്നെ ഭരണം എന്നൊക്കെ വേണം കരുതാൻ. ഹസീനയുടെ മകനും ഉണ്ട് ലണ്ടനിലോ US ലോ. അതുണ്ട്, സജ്ജാദ്. അതെ. മറ്റേ ആള് റഹ്മാൻ അവിടെ നിന്ന് വന്നിട്ട് ഭരിക്കും എന്നാണ് കരുതപ്പെടുന്നത്. പക്ഷെ അയാളും ഡീപ് സ്റ്റേറ്റിന്റെ ഭാഗമാണ്. അതാ പ്രശ്നം. ഹസീന റീഇൻസ്റ്റേറ്റ് ചെയ്യപ്പെടുമോ എന്നുള്ളതാണ്. വീണ്ടും അധികാരത്തിൽ വരുമോ? അതെ. കാരണം പാർലമെന്റിൽ ഹസീനയ്ക്കാണ് ഭൂരിപക്ഷം. പാർലമെന്റ് ഡിസോൾവ് ചെയ്തിട്ടില്ല. അവിടെ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ വീണ്ടും തെരഞ്ഞെടുപ്പ് ഇവര് രാജിവെച്ചിട്ടില്ല. ജനുവരിയിലെ തെരഞ്ഞെടുപ്പ് നടന്നിട്ടുള്ളൂ. അതെ, ജനുവരി കഴിഞ്ഞിട്ട് 1 വർഷം ആകുന്ന പാർലമെന്റിന്റെ കാലാവധി ബാക്കിയാണ്. രാജിവെച്ചിട്ടില്ല. ഇവരെ റീഇൻസ്റ്റേറ്റ് ചെയ്യുക എന്നുള്ളതാണ് മര്യാദയ്ക്ക് ചെയ്യാവുന്നത്. അത് സംഭവിക്കാനുള്ള സാധ്യത അതാണ് കാണുന്നത്. ഏതായാലും നമുക്ക് കാത്തിരിക്കാം. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.